ഹായ്, ഞാൻ AnishmaSudheesh. അപ്പം നമ്മളിന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ചിലപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഓണക്കിറ്റിൽ കിട്ടിയ പായസത്തിൻ്റെ ഐറ്റംസാണ് കേട്ടോ. അരി, അണ്ടിപ്പരിപ്പ്, ഏലക്കായ, നെയ്യ്. അപ്പം നമുക്കിത് വെച്ചിട്ടൊരു സിമ്പിൾ പായസം ഉണ്ടാക്കാം. പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കാരണം നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ പായസമല്ലേ, ആ ഒരു പായസമാണേ. അപ്പം നമുക്ക് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി കുക്കറിലേക്ക് ഇടാം. നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്, അപ്പോൾ നമുക്ക് വേഗം ആവും ചെയ്യും. അപ്പോൾ അരി നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടില്ലായിരുന്നു. സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചു. ഇനി ഒരു 4 വിസിൽ. ആ ഗ്യാപ്പിൽ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. നമ്മൾ 5 ആണ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് ഉരുക്കിയെടുക്കാം. നമ്മൾ കുറച്ച് ഏലക്കായ പൊടിച്ചിട്ടുമുണ്ട് കേട്ടോ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇതാ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് വറക്കുന്നുണ്ട് കേട്ടോ. അതിൽ കിട്ടിയ അണ്ടിപ്പരിപ്പാണ്. നമുക്ക് അമ്പലത്തിൽ നിന്നിട്ട് പായസത്തിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടാവാറില്ല കേട്ടോ. അതിൽ പഴം, മുന്തിരിയൊക്കെയാണ് ഉണ്ടാവാറ്. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കത് വറുത്ത് കോരാം. അരി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു കരി പോലത്തെ വേവാണ് വേണ്ടത് ഈ പായസത്തിന്. അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ശർക്കരയിൽ കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പെടണ്ട വിചാരിച്ചിട്ടാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറൊന്ന് മൂടിയിട്ട് നമുക്ക് 2 വിസിലും കൂടി വരുത്താം. നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇതപ്പം പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. 2 വിസിൽ വന്ന് നമ്മൾ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ തുറന്നിട്ട് അതിലേക്ക് ബാക്കി സാധനങ്ങളിടാം. അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് തെച്ചിപ്പൂവിൻ്റെയും ഒരു തുളസീൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 2-3 തുളസീൻ്റെ ഇല അതിലേക്ക് ഇടാം. ആ ചൂടുള്ളതുകൊണ്ട് അതിൽ തുളസീൻ്റെ ഫ്ലേവർ ഉണ്ട് ഇറങ്ങിക്കോളും. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇടാം കേട്ടോ. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.